ഈ വേൾഡ് കപ്പിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു മാച്ച് വരുന്നുണ്ട്. ജൂൺ 14 ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. അത് നിങ്ങൾക്ക് നഷ്ടമായാൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും ക്ലാസിക് പോരാട്ടമായിരിക്കും. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മാച്ച് ഇൻ ദിസ് വേൾഡ് കപ്പ്. ഫിഫ റാങ്കിങ്ങിൽ 6ഉം 7ഉം സ്ഥാനക്കാർ. ഈ റാങ്കിങ്ങിൽ തന്നെ സെനഗലിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആഫ്രിക്കൻ രാജ്യം ഈ റാങ്കിങ്ങിൽ ഇത്തരമൊരു നേട്ടം കൊണ്ടുവരുന്നത്. ബിയോണ്ട് ദിസ് റാങ്കിങ് 28 മത്സരങ്ങളിലെ അൺബീറ്റൻ സ്ട്രൈക്ക് ബൈ മൊറോക്കോ. അവസാനമായിട്ട് അവർ കെനിയക്കെതിരെ 2025 ഒരു 1-0 തോൽവി ഏറ്റുവാങ്ങിയതാണ്. അതിനുശേഷം ഇതുവരെ അവർ പരാജയപ്പെട്ടിട്ടില്ല. അതൊരു ലോങ് ജേണിയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, ആഫ്കോണ്ട ഫൈനലിൽ സെനഗലിനെതിരെ മൊറോക്കോ പരാജയപ്പെട്ടിരുന്നല്ലോ എന്ന്. പക്ഷേ അവിടെ ചില കോൺട്രവേഴ്സികൾ കാരണം അവിടെ സെനഗലിൽ നിന്നും മൊറോക്കോയാണ് ചാമ്പ്യന്മാരെന്ന് അവിടെ തീരുമാനിക്കുകയുണ്ടായി. ഒരു 3-0 വിന്നാണ് അവിടെ മൊറോക്കോക്ക് സമ്മാനിച്ചത്. മാത്രമല്ല 2022 ഒരു ഷോക്കിംഗ് പെർഫോമൻസ് മൊറോക്കോ നടത്തുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആഫ്രിക്കൻ രാജ്യം വേൾഡ് കപ്പിൻ്റെ സെമിയിലേക്ക് എത്തുന്നത്. ആ ഒരു ജേണി കുറച്ച് സ്പെഷ്യലാണ്. ബെൽജിയം, സ്പെയിൻ, പോർച്ചുഗൽ അടക്കമുള്ള വമ്പന്മാരെ കീഴടക്കിക്കൊണ്ടാണ് വേൾഡ് കപ്പിൻ്റെ സെമിയിലേക്ക് ഒരു രാജകീയമായിട്ട് മൊറോക്കോ കടന്നു വരുന്നത്. അതുമാത്രമല്ല 1986 ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു രാജ്യം അവർ ആദ്യമായിട്ടാണ് ഒരു ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുന്നത്. അത് മൊറോക്കോയാണ്. അങ്ങനെ നോക്കുമ്പോൾ സമകാലിക ഫുട്ബോളിൽ ഏറ്റവും സക്സസ്ഫുള്ളായ ടീമാണ് മൊറോക്കോ. പക്ഷേ ഒറ്റൊരു സ്നാപ്പിൽ വേൾഡ് ടോപ്പിലേക്ക് ഉയർന്നു വന്നവരാണോ മൊറോക്കോ? അല്ല. അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ അവർ മാറ്റങ്ങൾ വരുത്തി, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അക്കാദമികൾ കൊണ്ടുവന്നു, മികച്ച നിലവാരമുള്ള മൈതാനങ്ങളെ അവർ രൂപപ്പെടുത്തിയെടുത്തു. അങ്ങനെ അത് പതിയെ നാഷണൽ ടീമിലേക്കും ആ ഒരു ഗ്രോത്തിലേക്കും അവരെ കൊണ്ടെത്തിച്ചു എന്നതാണ്. ഇന്നവർക്ക് ഹക്കിമിയും ബ്രാഹിമും യാസിം ബോണയും മസ്രോയും അടക്കമുള്ള വേൾഡ് ക്ലാസ് താരങ്ങൾ ഇന്നവർക്കൊപ്പമുണ്ട്. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മൊറോക്കോയുടെ യൂത്ത് ലെവലിനെ കുറിച്ചിട്ട്. അതായത് 2025 അർജന്റീനയെ കീഴടക്കിക്കൊണ്ട് മൊറോക്കോ ലോകകപ്പ് ജേതാക്കളായിട്ടുണ്ട്. അണ്ടർ 20 അണ്ടർ 20 വേൾഡ് കപ്പിൽ ലോക ജേതാക്കളായിട്ടുണ്ട്. ആ ഒരു നേട്ടത്തിലേക്ക് മൊറോക്കോ എത്തിയതിന് പിന്നിൽ ആ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അക്കാദമികളുടെയും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും ഒക്കെ കടന്നുവരവ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആ ഒരു ഗ്രോത്താണ് ഇപ്പോൾ നാഷണൽ ടീമിലേക്കും എത്തുന്നത്. മാത്രമല്ല 2030 വേൾഡ് കപ്പിൽ സ്പെയിനോടും പോർച്ചുഗലിനോടൊപ്പം ഹോസ്റ്റ് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് മൊറോക്കോ. അവിടെ ഒരുപാട് സ്റ്റേഡിയങ്ങളൊക്കെ അവർ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് അവർ തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം നോക്കുകയാണെങ്കിലോ എന്തായിരുന്നു റിസൾട്ട്? ബ്രസീലിനെ കീഴടക്കിക്കൊണ്ട് മൊറോക്കോയാണ് ആ മത്സരത്തിൽ വിജയിച്ചിരുന്നത്. അത് 2023. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സമകാലിക ഫുട്ബോളിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമുണ്ടെങ്കിൽ അത് മൊറോക്കോയാണ്. ആ മൊറോക്കോക്കെതിരെ ബ്രസീൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കും. ഇനി ബ്രസീലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാർലോ ആഞ്ചലോട്ടി ഫസ്റ്റ് മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിലേക്കാണ് ബ്രസീലിനെ നയിച്ചു കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് കാർലോയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരുപാട് മത്സരങ്ങളൊന്നും ആ ഒരു ബ്രസീൽ നാഷണൽ ടീമിന് ലഭിച്ചിട്ടില്ല. എല്ലാ താരങ്ങളെയും ഒരുമിച്ച് കളിച്ച് അവരുടെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും കാർലോ എന്തായിരിക്കും ഈ വേൾഡ് കപ്പിൻ്റെ ഫസ്റ്റ് മാച്ചിൽ ചെയ്യാൻ പോകുന്നത് എന്ന് ആരാധകരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഏകദേശം 2002 അവർ അവസാനമായിട്ട് ഒരു വേൾഡ് കപ്പ് നേടുന്നത്. അതിനുശേഷം 24 വർഷമായിട്ട് ബ്രസീലിന് വേൾഡ് കപ്പിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ആ ഒരു കിരീട വരൾച്ച അവസാനിപ്പിക്കണം. അതിന് യോഗ്യമായ സ്ക്വാഡ് ഇന്ന് കാർലോക്കൊപ്പമുണ്ട്. റാഫിനെയും വിനിയും സാക്ഷാൽ നെയ്മർ ജൂനിയറൊക്കെ അടക്കമുള്ള ഒരു വമ്പൻ താരനിര തന്നെ ഇന്ന് ബ്രസീലിനോടൊപ്പമുണ്ട്. അവരെ വെച്ച് ഏത് രീതിയിലായിരിക്കും കാർലോ കളി മെനയാൻ പോകുക എന്ന് നമ്മൾ കാണേണ്ടതാണ്. മാത്രമല്ല 1997-98 തുടർച്ചയായി 2 വർഷങ്ങളിൽ ആണ് മൊറോക്കോയെ അവർ പരാജയപ്പെടുത്തുന്നത്. അതൊന്ന് ഫ്രണ്ട്ലി ആണെങ്കിലും മറ്റൊന്ന് വേൾഡ് കപ്പിലെ മത്സരമാണ്. ആ 2 മത്സരം മാറ്റി നിർത്തിയാൽ പിന്നീട് വലിയ മത്സരങ്ങളൊന്നും അവർ തമ്മിൽ ഉണ്ടായിട്ടില്ലെങ്കിലും 2023 വീണ്ടും ഒരു ഫ്രണ്ട്ലി ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്ലിയിൽ ബ്രസീൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതാണ് പറയുന്നത് മൊറോക്കോയെ സംബന്ധിച്ച് ഏറ്റവും സക്സസ്ഫുൾ ആയ ടീമാണ് ഈ സമകാലിക ഫുട്ബോളിൽ മൊറോക്കോ എന്നുള്ളത്. ആരും നഷ്ടപ്പെടുത്തേണ്ട ഈ മത്സരം. ഇന്ത്യൻ സമയം രാത്രി 3:30 ഈ മത്സരം വരുന്നത്. ഗ്രൂപ്പ് സിയിലെ ടേബിൾ ടോപ്പേഴ്സിനെ തീരുമാനിക്കുന്നത് ഈ മത്സരത്തിലെ വിജയി ആരായിരിക്കും എന്നാണ്. കാരണം ബാക്കിയുള്ള 2 ടീമുകൾ ഹെയ്ത്തി, സ്കോട്ട്ലൻഡാണ്. അവരെ സംബന്ധിച്ചൊരു ദുർബലരാണ്. പക്ഷേ എങ്കിൽ കൂടി ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. കാണാം ആരായിരിക്കും ഗ്രൂപ്പ് സി കീഴടക്കാൻ പോകുന്നതെന്ന്.